ഇത് അങ്ങനെ മസ്കറ്റിൽ വെച്ചിട്ട് ഇറാനും അമേരിക്കയും തമ്മിലുള്ള ചർച്ച ഏകദേശം പൂർത്തിയായി ആദ്യഘട്ടം എന്ന നിലയിൽ. രണ്ടാമതൊരു ചർച്ച ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം വരുമെന്നും പറയുന്നുണ്ട്. പക്ഷേ ഈ നിലവിൽ നടന്ന ചർച്ചയിൽ അമേരിക്കയ്ക്ക് പ്രത്യേകിച്ച് പറയാനൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇറാന്റെ ചില കാര്യങ്ങൾക്ക് അംഗീകരിക്കുന്ന രീതിയിലേക്ക് ഉള്ള കാര്യങ്ങളും നീക്കങ്ങളും ഒന്നും നടന്നിട്ടില്ല. ഒരു നിർണായകമായിട്ടുള്ള ഒരു കാര്യം നടന്നിട്ടില്ല. വീണ്ടും ഒരു ചർച്ചയ്ക്ക് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അപ്പോ എന്താണ് ഇനി അടുത്ത ഇറാൻ, അതായത് ആദ്യം ഇറാൻ പറഞ്ഞത് അമേരിക്ക സമ്മതിച്ചിട്ടില്ലല്ലോ. അപ്പൊ ഇതിനിടയിൽ ഇനി വേറെന്തെങ്കിലും നീക്കം ഇറാൻ നടത്താൻ സാധ്യതയുണ്ടോ? നേരത്തെ ആക്രമണം നടത്തിയിരുന്നു. ഈ ചർച്ചയ്ക്ക് തൊട്ടു മുന്നായിട്ട് അമേരിക്ക അവിടുന്ന്, അതായത് ഇറാനിൽ നിന്നുള്ളവര് വേഗം അവിടെ നിന്ന് രക്ഷപ്പെട്ട് പുറത്തു പൊക്കോളൂ, അവിടെ ഇനി നിൽക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഈ ചർച്ച കഴിഞ്ഞതിന് ശേഷം ഈ യുദ്ധത്തിലേക്കായിരിക്കുമോ? അമേരിക്ക ഉണ്ടാക്കുന്ന ഒരു ഭീതിയാണ് യുദ്ധഭീതി എന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ അമേരിക്കയുടെ കരുത്തില്ലായ്മ, അമേരിക്കയുടെ കഴിവില്ലായ്മ, അല്ലെങ്കിൽ ട്രംപിൻ്റെ വീരവാദങ്ങൾ, അതെല്ലാം പൊളിഞ്ഞടുങ്ങിയ ഒരു ചർച്ചയാണ് ഇപ്പോൾ കഴിഞ്ഞു പോയത്. ഈ ചർച്ചയിൽ ട്രംപ് നേരിട്ട് പങ്കെടുത്തിട്ടില്ല. ഇറാന്റെ പ്രസിഡന്റ് മസൂദ് പെഷഷ്കിയാൻ പങ്കെടുത്തിട്ടില്ല. ഈ ചർച്ച എന്ന് പറയുന്നത് അമേരിക്ക ഇറാനും നേരിട്ടുള്ള ഒരു ചർച്ച എന്നും പറയാൻ കഴിയില്ല. ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാങ്ചിയാണ് ഒരു വശത്തുണ്ടായിരുന്നത്. മറുവശത്ത് ട്രംപിൻ്റെ മരുമോനും അതുപോലെ തന്നെ നയതന്ത്ര പ്രതിനിധിയായിട്ടുള്ള, പശ്ചിമേഷ്യയിലെ ട്രംപിൻ്റെ നയതന്ത്ര പ്രതിനിധിയായിട്ടുള്ള സ്റ്റീവ് വിറ്റ്കോഫുമാണ് മറുവശത്തുണ്ടായിരുന്നത്. ഇതിന് മധ്യത്തിലായിട്ടുണ്ടായിരുന്നത് ഒമാൻ്റെ വിദേശകാര്യമന്ത്രിയാണ്. അപ്പോൾ ഈ ചർച്ച എന്ന് പറയുന്നത് ഒരു പൂർണ്ണാർത്ഥത്തിലുള്ള ഒരു ചർച്ചയായിരുന്നില്ല തുടക്കം മുതൽ. അതിൻ്റെ കാരണമെന്ന് പറയുന്നത് അമേരിക്കയുടെ കടുംപിടുത്തങ്ങൾക്ക് വഴങ്ങില്ല എന്നൊരു നിലപാട് ഇറാൻ തുടക്കം മുതലേ സ്വീകരിച്ചിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇറാൻ തുടക്കം മുതലേ അങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചത് കൊണ്ട് തന്നെ അമേരിക്കയ്ക്ക് അതിനെ വെല്ലാനുള്ളൊരു ശക്തി ശരിക്കും ഇല്ലാത്തൊരു സാഹചര്യമുണ്ട്. കാരണം അമേരിക്കയെ സംബന്ധിച്ച് ആകെയുള്ള ഒരു ആയുധം, അല്ലെങ്കിൽ ആകെയുള്ള ഒരു കരുത്തെന്ന് പറയുന്നത്, അല്ലെങ്കിൽ അമേരിക്കയ്ക്ക് ഇറാന് മുന്നോട്ട് വെക്കാനുള്ള ഒരു നെഗോസിയേഷൻ നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ടൂൾ എന്ന് പറയുന്നത് യുദ്ധഭീഷണി മാത്രമാണ്. അതായത് നിങ്ങൾ ഞങ്ങൾക്ക് വഴങ്ങിയില്ലെങ്കിൽ നിങ്ങളെ ഞങ്ങൾ തീർത്ത് കളയും. വെനസ്വലൻ പ്രസിഡന്റിനെ കൊണ്ടുപോയതുപോലെയാണ് ഇപ്പോൾ ഇറാനിൽ കാര്യങ്ങൾ നടക്കുന്നത്. ശരിക്കും വെനസ്വലൻ പ്രസിഡന്റ് നിക്കോളസ് മഡൂറോയെ കൊണ്ടുപോകുന്നതിന് മുമ്പ് ഏതാണ്ട് ഒരു 1.5 മാസക്കാലം അമേരിക്കയുടെ ഏറ്റവും വലിയ പടക്കപ്പലടക്കം 10ഓളം പടക്കപ്പലുകൾ ഈ വെനസ്വലൻ തീരത്തിനോട് അടുത്തുണ്ടായിരുന്നു. ഏതാണ്ട് 10,000 സൈനികരെ അവിടെ ഡിപ്ലോയ് ചെയ്തിരുന്നു. അതിനുശേഷം ഘട്ടം ഘട്ടമായിട്ട് പലതരത്തിൽ മുന്നറിയിപ്പ് കൊടുത്തിരുന്നു. അതൊക്കെ വെനസ്വലയെ അവഗണിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് വെനസ്വലൻ പ്രസിഡന്റിനെ തട്ടിക്കൊണ്ടുപോകുന്നത്. സംഭവം സത്യമാണ്. പക്ഷേ ഇറാനെ അങ്ങനെ കൈകാര്യം ചെയ്യാൻ അമേരിക്ക കഴിയില്ല. എന്നാൽ ഇറാന് മുന്നിൽ തോൽക്കാനും അമേരിക്ക ഏതെങ്കിലും തരത്തിൽ ഇറാൻ ഇങ്ങനെ ചെയ്യണമെന്ന് പദ്ധതി ഇട്ടിരുന്നു. പദ്ധതി ഇടുക എന്ന് വെച്ചാൽ അമേരിക്കയുടെ പദ്ധതി IRGC പുറത്തു വിട്ടിട്ടുള്ളത് ആദ്യം ആഭ്യന്തര കലാപം ഇറാനിൽ ഉണ്ടാക്കുക, തുടർന്ന് അമേരിക്കയുടെ സൈനിക ഇടപെടൽ ഉണ്ടാക്കുക, അതിനിടയിൽ വിധ്വംസക ശക്തികൾ, ആ രാജ്യത്തെ തന്നെ രാജ്യവിരുദ്ധ ശക്തികളെ അഴിച്ചുവിടുക, അവർക്ക് എല്ലാവിധ പിന്തുണയും കൊടുക്കുക. അങ്ങനെ ആ രാജ്യത്തെ തന്നെ വിധ്വംസക ശക്തികൾ ഖാംനെയെയും അവിടുത്തെ ഭരണകൂടത്തെയും താഴെയിടുക, ഖാംനെയെ വേണ്ടി വന്നാൽ വധിക്കുക. ഇതായിരുന്നു അമേരിക്കയുടെ മാസ്റ്റർ പ്ലാൻ. അത് തെറ്റിപ്പോയി. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ പദ്ധതി പാളി. പിന്നെ അമേരിക്കയുടെ മുന്നിൽ പ്ലാൻ B എന്ന് പറയുന്നത് ഈ ആക്രമണ ഭീഷണിയിലൂടെ ഇറാനെ വരുതിയിലാക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷെ അതിന് ഇറാൻ തുടക്കം തൊട്ട് വഴങ്ങുന്നില്ല. ഏതെങ്കിലും തരത്തിൽ അമേരിക്കയുടെ സന്നാഹങ്ങളോട് ഒരു ഭയത്തോടു കൂടി ഇറാൻ പ്രതികരിക്കുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ചർച്ച എന്ന് പറയുന്നത് ഒരു ഭയപ്പെടുത്തി വരുതിയിലാക്കാനുള്ള അമേരിക്കൻ തന്ത്രങ്ങൾ പൊളിയുന്ന വിധത്തിലുള്ള ഒരു ചർച്ചയാണ്. അതായത് അമേരിക്കയ്ക്ക് ഒന്നും പറയാനില്ലായിരുന്നു. അമേരിക്ക മിണ്ടാതിരിക്കുന്നതും വേറെ എന്തെങ്കിലും നീക്കങ്ങൾക്കുള്ളൊരു അമേരിക്കയെ കൊണ്ട് ഒരു യുദ്ധ സന്നാഹം ഉണ്ടാക്കാമെന്നല്ലാതെ യുദ്ധത്തിലേക്ക് പോകാൻ അമേരിക്കയ്ക്ക് കഴിയില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കെല്ലാവർക്കും സംശയം ഉണ്ടാവും. മാധ്യമങ്ങൾ വാർത്തകൾ കാണുമ്പോൾ രേഷ്മ ചോദിക്കുന്ന ചോദ്യങ്ങളാണെങ്കിലും ഇപ്പോൾ യുദ്ധം ഉണ്ടാകുമോ എന്ന് ചോദിക്കുന്ന കാരണം സംഭവം എല്ലാ മാധ്യമങ്ങളും അമേരിക്ക യുദ്ധഭീതി വർദ്ധിപ്പിക്കുന്നു. ഇപ്പോൾ അറബിക്കടലിൽ പുതിയൊരു കപ്പലും കൂടെ കൊണ്ടിട്ടിട്ടുണ്ട്. ഏതാണ്ട് 40,000-ഓളം സൈനികരെ അധികമായിട്ട് ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട്. ഏതാണ്ട് 8 അറബ് രാജ്യങ്ങളിലെ, പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലെ, അറബ് രാജ്യങ്ങളിലെ അമേരിക്കൻ കേന്ദ്രങ്ങളിൽ കൂടുതലായിട്ട് സൈനിക നീക്കങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഒക്കെ ശരിയാണ്. പക്ഷേ അമേരിക്ക യുദ്ധം ചെയ്യാൻ കഴിയില്ല. കാരണം ഈ ഒരു മീറ്റിംഗ് അതിൻ്റെ ഏറ്റവും വലിയ നിർണായകമായ തെളിവായിരുന്നു. അതായത് ഇറാൻ്റെ കീഴിൽ ആണ് അമേരിക്ക ഇപ്പോൾ ഉള്ളത്, അല്ലെങ്കിൽ ഇറാൻ്റെ കെണിക്കുള്ളിലാണ് അമേരിക്ക ഉള്ളത്. അതാണ് ഈ മീറ്റിങ്ങോടുകൂടി തെളിഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അമേരിക്ക ഇത്രയും കപ്പലും ഇത്രയും സൈന്യത്തെ ഇടുന്നതിൽ ചിലപ്പം മാസങ്ങളോ വർഷങ്ങളോ എടുത്ത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആക്രമണത്തിലേക്ക് നീങ്ങാനുള്ള സാധ്യതകൾ വേറെ ഇല്ലേ? ഇല്ല, അതാണ് പറയുന്നത്. അതായത് അമേരിക്കയെ സംബന്ധിച്ച് ഈ മറ്റ് രാജ്യങ്ങളെ കൈകാര്യം ചെയ്യുന്നത് പോലെ ഇറാനെ കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ വെനസ്വലയുടെ തീരത്ത്, അല്ലെങ്കിൽ വെനസ്വലയ്ക്ക് അടുത്ത് അമേരിക്കയുടെ പടക്കപ്പലുകൾ കിടന്നപ്പോൾ വെനസ്വലയിൽ നിന്നൊരു തിരിച്ചടി ഉണ്ടാകില്ല എന്നുള്ള ഉറപ്പ് അമേരിക്കയ്ക്ക് ഉണ്ടായിരുന്നു. പക്ഷേ
ഇവിടെ സംഭവിച്ചത് അമേരിക്കൻ കപ്പലുകൾ ഇറാന്റെ കെണിയിലാണ്, ഇറാന്റെ റഡാറിലാണ്. ഇങ്ങനെ ഒരു നീക്കം അമേരിക്ക നടത്തുന്നത്, അല്ലെങ്കിൽ മറ്റുള്ള രാജ്യങ്ങൾ അല്ലെങ്കിൽ ലോകത്തെ മൊത്തം കാണിക്കുക ഇങ്ങനെ ഒരു നാടകം കളിക്കുന്നത് എന്തിനായിരിക്കും? അത് അമേരിക്കയുടെ അപ്രമാദിത്വത്തിന് വേണ്ടിയിട്ടാണ്. അതായത് ഞങ്ങൾ ലോകശക്തികളാണ്, ഞങ്ങൾ തോറ്റിട്ടില്ല, ഞങ്ങൾ ഏത് നിമിഷവും അടിക്കുമെന്നൊരു ഭീതി ഇങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇറാനെ ആക്രമിക്കാനാണെങ്കിൽ ഇത്രയും കാലതാമസത്തിന് ആവശ്യം എന്താണ്? ഈ ചർച്ചയുടെ പോലും ആവശ്യമില്ല. കാരണം ഇറാൻ ഈ ചർച്ചയിൽ പറഞ്ഞതും ഇതിനു മുമ്പ് തൊട്ട് പറയുന്ന കാര്യങ്ങളും ഒക്കെ ഒന്നാണ്. അതായത് അന്ന് മുതലേ ഇറാൻ പറയുന്നുണ്ട്, ഞങ്ങൾ ആണവായുധം ഉണ്ടാക്കുന്നില്ല, ഞങ്ങൾക്കത് വേണ്ട, ആണവ പരീക്ഷണം ഞങ്ങൾ നടത്തും, അത് ഊർജ്ജ പ്രതിസന്ധി പരിഹരിക്കാനാണ്. ഇനി ആണവ പരീക്ഷണം ഞങ്ങൾ നടത്തണ്ട, യുറേനിയം സമ്പുഷ്ടീകരണം ഇത്രയും വേണ്ട, കുറച്ച് കുറയ്ക്കൂ എന്ന് പറയുകയാണെങ്കിൽ അത് ഞങ്ങൾ ചെയ്തോളാം. പക്ഷേ ഞങ്ങൾക്ക് മേലുള്ള ഉപരോധവും ഞങ്ങൾക്ക് നേരെയുള്ള സൈനിക ഭീഷണിയും നിങ്ങൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കണം. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഇത് തുടക്കം മുതലേ ഇറാൻ പറയുന്നതാണ്. അപ്പോൾ ഒക്കെ അമേരിക്ക പറയുന്നത് അത് പറ്റില്ല, ഞങ്ങൾ പറയുന്നത് മുഴുവൻ നിങ്ങൾ കേൾക്കണം, ഞങ്ങൾ പറയുന്ന കരാറിൽ മുഴുവൻ നിങ്ങൾ ഒപ്പിടണം. ഇതാണ് നിരന്തരമായിട്ട് അമേരിക്ക പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇറാനെ സംബന്ധിച്ച് ഇറാൻ എന്താണോ അന്ന് പറയുന്നത് അത് തന്നെയാണ് വീണ്ടും പറയുന്നത്. അമേരിക്കയാണ് ഇതിങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുന്നത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, അമേരിക്ക ഈ കാണിക്കുന്നത് മുഴുവൻ ഞങ്ങൾക്ക് ഇറാൻ വഴങ്ങി എന്നൊരു പ്രതീതി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ അത് ചെയ്ത് അങ്ങനെയുള്ള വെല്ലുവിളികളും വീരവാദങ്ങളും സൈനിക നീക്കങ്ങളും നടത്തി ഇപ്പം എന്താ സംഭവിച്ചത്? ഇറാനാണ് ലോകശക്തി, അമേരിക്ക ഇറാന് മുന്നിൽ പെട്ടിരിക്കുകയാണ് എന്നുള്ള സത്യം ലോകമറിഞ്ഞു. ഇപ്പോൾ ഇതിലൂടെ സംഭവിക്കുന്നത് എന്താ? ഇപ്പോൾ ഈ അവിടെ നിന്നൊരു കപ്പൽ തിരിച്ചു പോരണമെങ്കിൽ ഇറാൻ്റെ പെർമിഷൻ വേണം. അറബ് രാജ്യങ്ങൾ ഈ യുദ്ധത്തിന് അമേരിക്കയെ സഹായിക്കില്ല. അവിടെയാണ് അമേരിക്കയുടെ കണക്കുകൂട്ടലുകൾ ഏറ്റവും അധികം തെറ്റിപ്പോയത്. അമേരിക്ക വിചാരിച്ചത് പശ്ചിമേഷ്യയുടെ തീരങ്ങളിലേക്ക് അമേരിക്കയുടെ കപ്പൽ വരുന്നു, ഇറാനെ അടിക്കാം എന്ന് പറയുമ്പോൾ ഇറാനുമായി ചില പ്രശ്നങ്ങളുള്ള അറബ് രാജ്യങ്ങൾ പിന്നിലൂടെ അമേരിക്കയെ സഹായിച്ച് ഇറാനുമായി യുദ്ധം ചെയ്യാൻ കൂടെ നിൽക്കുമെന്നാണ് അമേരിക്ക കരുതിയത്. പക്ഷെ അവിടെയാണ് അമേരിക്കയ്ക്ക് ആദ്യത്തെ അടി കിട്ടുന്നത്. ആദ്യം തന്നെ UAE വന്നിട്ട് ശക്തമായ നിലപാട് പറഞ്ഞു, ഒരു കാരണവശാലും ആക്രമിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല. അതിന് തൊട്ടു പിന്നാലെ സൗദി അറേബ്യ വന്നു. സൗദി വന്നിട്ട് ഇതേ നിലപാട് തന്നെ ആവർത്തിച്ചു, ഒരു കാരണവശാലും നിങ്ങളെ അനുവദിക്കില്ല ഇറാനെ ആക്രമിക്കാൻ. പിന്നെ കുവൈറ്റ്, ഖത്തർ, ഒമാൻ തുടങ്ങി സകല അറബ് രാജ്യങ്ങളും GCC രാജ്യങ്ങൾ പൂർണ്ണമായും തന്നെ ഇറാനുമായിട്ടൊരു യുദ്ധത്തിന് അമേരിക്കയെ പിന്തുണയ്ക്കില്ല എന്ന് തീർത്ത് പറഞ്ഞു. അത് ഇറാനോടുള്ള സ്നേഹം കൊണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഇറാനെ അമേരിക്കയ്ക്ക് തകർക്കാൻ കഴിയുമെന്ന് ഈ രാജ്യങ്ങളെ വിശ്വസിപ്പിക്കാൻ അമേരിക്കയ്ക്ക് കഴിഞ്ഞില്ല. അതായത് ഇറാനെ തകർക്കാനും മാത്രമുള്ളൊരു ശക്തിയാണ് അമേരിക്ക എന്ന് ഈ രാജ്യങ്ങൾ വിശ്വസിക്കുന്നില്ല. അതിനുമപ്പുറം ഇറാനെ വെല്ലാൻ അമേരിക്ക ഒരു ശക്തിയല്ല, ഇറാനെ വെല്ലാൻ ആർക്കും കഴിയില്ല എന്നൊരു തീരുമാനത്തിലേക്ക് ഗൾഫ് രാജ്യങ്ങളെത്തി. എങ്ങനെയാണത് എത്തുന്നത്? ഇറാൻ്റെ ആ നിലപാട് കൊണ്ടും അവരുടെ സൈനിക നീക്കങ്ങൾ കൊണ്ടും ആ കരുത്തുറ്റ പ്രതിരോധം കൊണ്ടുമാണ്. ആ പ്രതിരോധം ഉള്ളിടത്തോളം കാലം അമേരിക്കയ്ക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. അങ്ങനെയാണെങ്കിൽ നിലവിൽ ഈ പശ്ചിമേഷ്യക്ക് ഒരു ഭീതിപ്പെടേണ്ട കാര്യമില്ലല്ലോ. അല്ല, പശ്ചിമേഷ്യക്ക് ഭീതിപ്പെടേണ്ട കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞാൽ ഇവിടെ ഇറാനെയാണ് ഇപ്പോൾ ഭീതി. ഇറാനെയാണ് പേടി എല്ലാവർക്കും, മനസ്സിലായില്ലേ? അതായത് ഇപ്പോൾ ആദ്യം അമേരിക്കയാണ് പേടിച്ചിരുന്നത്, പക്ഷേ ഇപ്പോൾ ഇറാനെയാണ് പേടിക്കുന്നത്. ഒരു ഡ്രോൺ കഴിഞ്ഞ ദിവസം ഇറാൻ അമേരിക്കൻ കപ്പലിന് നേരെ പറത്തിയിരുന്നു. ആ ഡ്രോൺ പറത്തിയത് ഒരുപാട് അർത്ഥങ്ങൾ നൽകുന്ന ഒരു നീക്കമാണ്. അതായത് അമേരിക്ക പറയുന്നത് മാത്രമേ ഉള്ളൂ, ചെയ്തിട്ടില്ല. പക്ഷേ ഇറാൻ പറച്ചിലിനേക്കാളും വേഗത്തിൽ അവർ ചെയ്തു. അപ്പോൾ ആ ഒരു ഡ്രോണിന് പകരം ഇറാൻ്റെ പക്കലുള്ള 1000 ഡ്രോണുകളാണ് ഒന്നിച്ചയക്കുന്നതെങ്കിൽ ഈ പറയുന്ന അമേരിക്കയുടെ സൈനിക സംവിധാനങ്ങൾക്ക്, മിസൈൽ വേധ സംവിധാനങ്ങൾക്ക്, ഡ്രോണിനെ തകർക്കുന്ന ആൻറ്റി ഡ്രോൺ മിസൈലുകൾക്ക് ഇത് പെട്ടെന്ന് പിടിക്കാൻ പറ്റില്ല. അപ്പോൾ ഈ അയൺ ഡോം എന്ന് പറയുന്ന ഇസ്രായേലിൻ്റെ പ്രതിരോധ സംവിധാനമുണ്ടല്ലോ, അയൺ ഡോം എന്ന് പറയുന്നത്, അതെന്ന് പറയുന്നത് തോറ്റുപോകുന്നത് ഇറാൻ 400-500 മിസൈലുകൾ ഒന്നിച്ചയക്കുമ്പോൾ എല്ലാം ഡിറ്റക്റ്റ് ചെയ്ത് തകർക്കാനായിട്ട് ഈ സംവിധാനത്തിന് കഴിയില്ല. അത് ഒരു സംവിധാനത്തിനും കഴിയില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും കുറച്ചെണ്ണം ഈ പറയുന്ന ലക്ഷ്യത്തിലെത്തും. അത് ലക്ഷ്യത്തിലെത്തിയാൽ അവിടെ തകരും. ഈ USS എബ്രഹാം ലിങ്കൻ്റെ കാര്യത്തിലും അതിൻ്റെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലേക്ക് എത്തുന്ന വിധത്തിൽ ഒരു 4-5 ഡ്രോണുകൾ ചെന്നാൽ ആ കപ്പലിൻ്റെ കാര്യം തീരുമാനമാവും. അതിനകത്ത് 90ഓളം എയർക്രാഫ്റ്റുകളുണ്ട്, അത് മുഴുവൻ തകരും. ഒരു തീപ്പൊരി മതി അത് മൊത്തം തകരാനായിട്ട്. അത്രയധികം സ്ഫോടക വസ്തുക്കളടക്കം ഇതിനകത്തുണ്ട്. അപ്പോൾ ഇത് ശരിക്കും ഒരു മുന്നറിയിപ്പാണ്. രേഷ്മ പറഞ്ഞതുപോലെ ഒരു മുന്നറിയിപ്പ് മാത്രമല്ല, ഞങ്ങൾ ചെയ്യും എന്നുള്ള ഒരു കൃത്യമായ അടയാളപ്പെടുത്തൽ കൂടിയാണ്, ഒരു നിലപാട് കൂടിയാണ്. ശരിക്കും അതൊരു നിലപാടാണ്. അപ്പോൾ സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി അമേരിക്കയ്ക്ക് അവിടെ നിന്ന് തിരിച്ചു പോരണമെങ്കിൽ ഒന്നുകിൽ യുദ്ധം ചെയ്യണം, അല്ലെങ്കിൽ ഇറാനുമായി സമരസപ്പെടണം. ഇത് രണ്ടുമല്ലാതെ അമേരിക്ക അവിടെ തിരിച്ചു വരാൻ കഴിയില്ല. യുദ്ധം ചെയ്താൽ അമേരിക്കയ്ക്ക് ശക്തമായ തിരിച്ചടി കിട്ടും. ഇറാനുമായി സമരസപ്പെട്ടാൽ ലോകത്തിൻ്റെ മുഴുവൻ അവഹേളനങ്ങൾക്കും അമേരിക്ക പാത്രമാവും.
ഇത് ഈ ഒപ്പിടാനായി ഇത് ഇറാൻ പറഞ്ഞത് നടത്താനാണെങ്കിൽ എന്തിനാണ് നിങ്ങൾ ഈ യുദ്ധം ചെയ്യുമെന്ന് പറഞ്ഞ് ഇത്രയും കാലം പ്രശ്നം ഉണ്ടാക്കിയത് എന്നൊരു ചോദ്യം വരും. ഇപ്പം ഞാൻ പറയുന്നത് പണ്ട് ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൻ്റെ കാര്യത്തിലും ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അത് നമ്മളാരും അധികം ചർച്ച ചെയ്യാത്തതാണ്. ഈ യുദ്ധം തുടങ്ങിയ സമയത്ത് ഹമാസ് ഇസ്രായേലിലേക്ക് കടന്നു കയറി ബന്ദികളെ കൊണ്ടുവന്നു, കുറേ സാധാരണക്കാരായ മനുഷ്യരെ ക്രൂരമായി കൊലപ്പെടുത്തി. അതിനുശേഷം ഇസ്രായേൽ തിരിച്ചടി തുടങ്ങിയപ്പോൾ ലോകരാജ്യങ്ങൾ ഒരു മധ്യസ്ഥ ശ്രമത്തിലേക്ക് വന്നിരുന്നു. ആ സമയത്ത് ഹമാസ് പറഞ്ഞത്, ഞങ്ങൾ വെടിനിർത്തലിന് തയ്യാറാണ്, അല്ലെങ്കിൽ ഞങ്ങൾ ബന്ദികളെ മുഴുവൻ വിട്ടുതരാം, പക്ഷേ നിങ്ങൾ ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ അനുസരിക്കണം. ഇനി ഒരിക്കലും പലസ്തീന് നേരെ നിങ്ങൾ സൈനിക നീക്കം നടത്തരുത്, പലസ്തീനിൽ നിന്ന് സൈനികരെ മുഴുവൻ പിന്മാറ്റണം. ഇതാണ് 2-2.5 വർഷം മുമ്പ് ഹമാസ് പറഞ്ഞതെന്നാണ്. അപ്പോൾ അന്ന് നെതന്യാഹു ഈ ജോ ബൈഡനുമായിട്ട്, അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റുമായിട്ട് ചർച്ച ചെയ്തിട്ട് പറഞ്ഞു, ഇല്ല, ഞങ്ങൾ ഒത്തുതീർപ്പിനില്ല, ഞങ്ങൾ ഹമാസിനെ തീർക്കും, ബന്ദികളെ ജീവനോടെ കൊണ്ടുവരും, ഗസ പിടിച്ചെടുക്കും എന്നീ 3 ലക്ഷ്യങ്ങളുമായിട്ട് ഇറങ്ങി തിരിച്ചു. 2.5 വർഷത്തിനിപ്പുറവും അതൊന്നും നടപ്പാക്കാൻ കഴിഞ്ഞില്ല. ഇതിൽ ഏറ്റവും ഒടുവിൽ അന്ന് ഹമാസും മധ്യസ്ഥ രാജ്യങ്ങളും പറഞ്ഞ അതേ കരാറിൽ അമേരിക്കയുടെ നേതൃത്വത്തിൽ ഒപ്പുവെച്ചിട്ടാണ് ആ ബന്ദികളെ ബാക്കിയുള്ളവരെ ജീവനോടെ തിരിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന ലോകശക്തികൾ എന്ന് പറയുന്ന അമേരിക്കയും ഇസ്രായേലും ഒക്കെ നടത്തുന്ന പല ഇത്തരം അധിനിവേശങ്ങൾ, ഇത്തരം യുദ്ധങ്ങൾ, ഇത്തരം നീക്കങ്ങളുടെ ഒക്കെ അനന്തരഫലം, അല്ലെങ്കിൽ അതിൻ്റെ ഫൈനലായിട്ട് അത് എത്തി നിൽക്കുക ഒരു ഒത്തുതീർപ്പിലേക്കോ, അല്ലെങ്കിൽ ആദ്യം പറഞ്ഞ ആ ഒരു കണ്ടീഷനിലേക്ക് ഒടുവിൽ ഗതികെട്ട് ഈ ലോകശക്തികൾ ചുരുങ്ങുന്ന ഒരു സാഹചര്യം വരാറുണ്ട്. പക്ഷെ അപ്പോഴും ഞങ്ങൾ യുദ്ധം ചെയ്യാൻ ശ്രമിച്ചു, ഞങ്ങളെ ഭയന്നിട്ടാണ് അവർ പിന്മാറിയത്, ഞങ്ങളെ തോൽപ്പിക്കാൻ, അല്ലെങ്കിൽ ഞങ്ങൾ അവരെ തോൽപ്പിച്ചതാണ് എന്ന മട്ടിൽ ഒരു ഇമേജ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഇവർ ശ്രമിക്കുന്നൊരു സാഹചര്യമുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് അമേരിക്ക ഈ നീക്കങ്ങൾ നടത്തുന്നത്. എന്തായാലും അറബ് രാജ്യങ്ങളുടെ ഭാഗത്ത് നിന്ന് കനത്ത തിരിച്ചടി അമേരിക്കയ്ക്ക് കിട്ടി. ഇറാൻ്റെ ഭാഗത്ത് നിന്ന് യാതൊരു വിധത്തിലുള്ള അനുകൂലമായ തീരുമാനവും ട്രംപിന് ഉണ്ടായിട്ടില്ല. ട്രംപിൻ്റെ സ്വപ്നങ്ങൾ മുഴുവനും തകരുന്ന സാഹചര്യമുണ്ടായി. ഇനി കയറി ചെന്ന് കുടുങ്ങിയെന്ന് പറഞ്ഞതുപോലെ ഇനി അമേരിക്ക ഇറാൻ്റെ കെണിയിലാണ്. ഇറാൻ പറയാതെ അവിടുന്ന് തിരിച്ചു പോരാൻ കഴിയുന്നൊരു സാഹചര്യമില്ല. ഇറാൻ വിചാരിച്ചാൽ അമേരിക്കയ്ക്കെതിരെ ശക്തമായ ആക്രമണങ്ങൾ നടത്താനും സാധിക്കും. അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയായിരിക്കണം യുദ്ധം എന്നതല്ല ഇപ്പോൾ ട്രംപ് പറയുന്നത്. ട്രംപ് പറയുന്നത് നിങ്ങൾ കരാറിൽ ഒപ്പിട്ടില്ലെങ്കിൽ ശക്തമായി തിരിച്ചടിക്കുമെന്നൊക്കെ വാക്കാൽ പറയുന്നുണ്ടെങ്കിലും ട്രംപ് ഇപ്പോൾ ചെയ്യുന്നത് ഇറാനെ വീണ്ടും ഉപരോധത്തിലേക്ക് കൊണ്ടുവന്ന് കുറെ കൂടി ബുദ്ധിമുട്ടിലാക്കി സമ്മർദ്ദത്തിൽ കൊണ്ടുവരിക എന്നുള്ളത്. ആ യുദ്ധം ചെയ്ത് തീർക്കാമെന്നുള്ള സമ്മർദ്ദമൊന്നുമില്ല, മറിച്ച് എങ്ങനെയെങ്കിലും ഈ ഉപരോധങ്ങൾ നടത്തി സമ്മർദ്ദം ചെലുത്തുക എന്നുള്ളതാണ്. ഇപ്പോൾ 25ഓളം ഇറാനിലേക്ക് പോകുന്ന 16ഓളം കപ്പലുകൾക്ക്, എണ്ണ ടാങ്കറുകൾക്ക് ഉപരോധം ഏർപ്പെടുത്തുന്നു. ഇറാനുമായി കരാർ ഒപ്പിട്ടിട്ടുള്ള 15ഓളം കമ്പനികൾക്ക് ഉപരോധം ഏർപ്പെടുത്തുന്നു. അതുപോലെ തന്നെ ലോകത്തിന് ഒരു മെസ്സേജ് കൊടുക്കുകയാണ്, ഇനി ഇറാനുമായി വ്യാവസായികമായി സഹകരിച്ചാൽ ആ രാജ്യങ്ങൾക്ക് കൂടി ഞങ്ങൾ അധിക തീരുവ ചുമത്തും എന്നൊരു ഭീഷണി ട്രംപ് എന്ന് പുറപ്പെടുവിച്ചിട്ടുണ്ട്. അപ്പോൾ ട്രംപിന് വിറളി പിടിച്ചിരിക്കുകയാണ്, നിക്കക്കള്ളിയില്ല. സായുധമായിട്ട് ഭീഷണിയിലൂടെ ഒന്നും ഇറാനെ വരുതിയിലാക്കാൻ കഴിയുന്നില്ല. അടുത്ത ആഴ്ച നടക്കാൻ പോകുന്ന ചർച്ച പോലും ഇപ്പോൾ ട്രംപ് പറഞ്ഞെന്താണ്, ഈ ചർച്ച പരാജയപ്പെട്ടാൽ, ഈ ചർച്ചയിൽ തീരുമാനമായില്ലെങ്കിൽ ഇറാനെ ഭസ്മമാക്കും, ഞങ്ങൾ യുദ്ധം ചെയ്യുമെന്നാണ് ട്രംപ് ആദ്യം പറഞ്ഞത്. ഈ ചർച്ചയിൽ ഒരു തീരുമാനമായില്ല. ഇറാൻ അവരുടെ അതേ തീരുമാനം പറഞ്ഞിട്ട് അവർ മടങ്ങി. ഇത് കേട്ടിട്ട് അമേരിക്കയുടെ വെറുതെകൾ തിരിച്ചും പോയി, അല്ലാതെ വേറെ സംഭവിച്ചിട്ടില്ല. അപ്പം അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായിട്ടും തങ്ങൾ പറയുന്നത് അനുസരിക്കാത്ത ഇറാന് നേരെ ട്രംപ് യുദ്ധം ചെയ്യേണ്ടതാണ്. പക്ഷെ ഇവിടെ യുദ്ധമല്ല ഉണ്ടായത്, ഇവിടെ സമ്മർദ്ദങ്ങളാണ് പിന്നെയും വരുന്നത്. അപ്പം അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ യുദ്ധമൊന്നും ട്രംപ് ചെയ്യാൻ പോകുന്നില്ല എന്ന് മാത്രമല്ല, ഈ ഊരാക്കുടുക്കിൽ നിന്ന് എങ്ങനെയെങ്കിലും ഊരാനുള്ള പെടാപ്പാടിലാണ് അമേരിക്ക എന്നാണ് പറയാൻ പറ്റുക.